ലാലേട്ടൻ ഇതൊരു പ്രതിയെ ആദ്യമേ തന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പ്രതി ആണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കുന്നത് ആ ഒരു പ്രൊസീജിയർ ആണോ ശരിക്കും ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് വെച്ചാൽ, അതെയോ ഈ ജയമോഹൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് പ്രാക്ടീസ് വിജയമോഹൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ഇല്ലാതിരുന്ന ഈ ഒരു വ്യക്തി ഇദ്ദേഹം എങ്ങനെ തെളിയിക്കുന്നുള്ളതാണോ ഇതിൻ്റെ ഒരു ട്രിഗർ? അപ്പം അത് പറഞ്ഞാൽ അതിൻ്റെ രസം പോവില്ലേ? അങ്ങനെയല്ല, ഒരു ഇപ്പോൾ ക്രൈം ചെയ്തു, ക്രൈം ആളെ പിടിച്ചു, അപ്പോൾ അവർക്ക് അതിൻ്റെ വലിയ അഡ്വക്കേറ്റ്സ് വരും. ഇദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അയാൾ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നു എന്നൊക്കെയുള്ളതാണ് കഥ. നമ്മൾ സിനിമ തുടങ്ങുമ്പോഴേ ഞാനിതിന് ഫിറ്റായിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അയാൾ എങ്ങനെ അതിലേക്ക് പോകുന്നു, അയാൾ അതിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊരു ഡിബേറ്റാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് ഒന്നാമത് വക്കീലിനോട് രഹസ്യം സൂക്ഷിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അത് രഹസ്യമായിട്ടിരിക്കട്ടെ എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എത്ര പ്രമാദമായ എല്ലാ തെളിവുകളുള്ള കേസുകളും തെളിയിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ സങ്കടമായിട്ട് വരും അല്ലേ, ഒരുപാട് പേർക്കത്. പക്ഷേ ഇത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ചലഞ്ച്. കാര്യം തെളിയിക്കാൻ സാധാരണ ഒരു ക്രൈമിനേക്കാട്ടിലൊക്കെ വ്യത്യസ്തമായ ഒരു ക്രൈമാണിത്. അപ്പം അത് തെളിയിക്കാൻ പറ്റാത്ത ഒരു ക്രൈമാണ് വേണമെങ്കിൽ. അപ്പോൾ എല്ലാ ഹോപ്പും നഷ്ടപ്പെടുമ്പോഴാണല്ലോ എന്തെങ്കിലും ഒരു ഈശ്വരൻ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു പക്ഷേ അയാൾക്ക് തെളിയിക്കാൻ സാധിക്കും. ചിലപ്പം സാധിച്ചില്ലെങ്കിൽ സങ്കടം തോന്നരുത്. ഒന്നും വിട്ടു പറയാതെ പിടിച്ചാണ് പറയുന്നത്. സിനിമയുടെ ഒരു രസം പോവില്ല. അതെ. ലാലേട്ടൻ ഇപ്പോൾ ഇത്രയും വലിയൊരു കരിയറിൽ എനിക്ക് തോന്നുന്നു വളരെ വിരലിൽ എണ്ണാവുന്ന അഡ്വക്കേറ്റ്സ് വക്കീൽ വേഷങ്ങളിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധിപനിലെ ശ്യാമോഹൻ, ഹരികൃഷ്ണൻസിലെ കൃഷ്ണൻ, പിന്നെ റെഡ് ചില്ലീസിലെ OMR, ഇപ്പോൾ നേരിലെ വിജയമോഹൻ, ഹെലോയിലുണ്ട്, കുട്ടാമ്പുരമുണ്ട്, കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചുമ്മാ അഡ്വക്കേറ്റ് എന്നുള്ള പേരേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ ഒരു കോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്നും നടക്കുന്നത്. പക്ഷേ ഇതിൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ നോക്കിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. കോടതിക്ക് ഒരു ഡിസിപ്ലിനും ഒരു ഫോർമാലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ പല സിനിമകളിൽ ഇപ്പം ആലോചിക്കുന്നു, അയ്യോ അന്ന് ചെയ്തതൊക്കെ തെറ്റാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെത് പലപ്പോഴും പല ആൾക്കാർ ഇങ്ങനൊന്നും അല്ലടോ കോട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെത്. നമുക്കതൊരു മേക്ക് ബിലീഫിന് വേണ്ടി സിനിമ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ചിത്തു അതിനെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കോർട്ട് റൂം ഇട്ടു, ഒരു കാര്യം സാധാരണ കോടതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് കോടതിയിലിട്ടു. ഈ സിനിമയുടെ ഏതാണ്ട് ഒരു 75% കോർട്ട് റൂമിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അത് എടുക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ശ്രദ്ധ എല്ലാത്തിലും ഉണ്ടാവണം. നമ്മുടെ വേഷവിധാനത്തിലുണ്ടാവണം. നമ്മൾ ഒരു അഡ്വക്കേറ്റ് മറ്റൊരു അഡ്വക്കേറ്റിനോട് പെരുമാറുന്നത്, ജഡ്ജിയോട് പെരുമാറുന്നത്, ഒരു പ്രതിയോടോ സാക്ഷിയോടോ പെരുമാറുന്നതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം ഇപ്പോഴാണ് കോടതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു പക്ഷേ സാധാരണക്കാരൻ ഒരു 80% ആൾക്കാരും കോടതി കാണാത്ത ആൾക്കാരാണ്. സിനിമ കണ്ടിട്ടുള്ള കോടതിയാണ് എല്ലാവർക്കും അറിയുള്ളൂ.